പ്രിയപ്പെട്ടവരെ, അൽഫോൺസ യൂണിറ്റ് നിങ്ങൾ ഏവരെയും ശാന്തഗിരി റെസിഡൻസ് അസോസിയേഷൻ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എന്തോ ഒരു അച്ചയനക്കൊന്നും ഇല്ലല്ലോ. ഒരു അസോസിയേഷൻ വാർഷികം തന്നെയാണോ ഇതൊക്കെ? ആ, അതൊക്കെ ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പ. അതെന്താ കുഞ്ഞച്ചൻ ചേട്ടാ അങ്ങനെ ഒരു വർത്തമാനം? ഇത് പാർട്ടി സമ്മേളനം ഒന്നുമല്ലല്ലോ, അസോസിയേഷൻ പരിപാടിയല്ലേ. അല്ല, സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല പിന്നെ, പരിപാടിയുടെ കാശ് മടിച്ചു മാറ്റി കറങ്ങി നടക്കാനൊന്നും ഞാനില്ല. ഇത് സെക്രട്ടറി എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ല. ഓ പിന്നെ, പ്രസിഡന്റിനെ താങ്ങി നടക്കുന്ന ആളെ ഇനി ഞാനെന്ത് താങ്ങാനാ? കുഞ്ഞച്ചോ, എന്താ അവിടെ ഒരു കശവിശ? ഒന്നുമില്ലേ, പ്രസിഡന്റ് കുഞ്ഞിപ്പെങ്ങളോട് പരിപാടിയെ പറ്റി ഒന്ന് ചർച്ച ചെയ്തതാ. കുഞ്ഞിപ്പെങ്ങളാ? ഇവളാ? ഇതുപോലൊരു കഞ്ഞി ഈ അസോസിയേഷനിൽ ഉണ്ടാവില്ല. കുഞ്ഞച്ച, നീ ഒന്ന് കേട്ടെ, ഒരു ഉദ്ഘാടന പരിപാടി നടക്കുമ്പം ചുരുങ്ങിയിൽ ഒരു സിനിമാ നടിയെങ്കിലും കൊണ്ടുവരണ്ടേ? അതിനവള് വിളിച്ചിരിക്കുന്നതേ ഒരു MLA. ഈ വയസ്സാം കാലത്ത് കിളവന്റെ ഓരോരോ ആഗ്രഹങ്ങളെ. എന്നാ ഞാൻ പോണം. സെക്രട്ടറി വേഗം പരിപാടി തുടങ്ങ്, ആൾക്കാരൊക്കെ എത്തി തുടങ്ങി. ആ, സെക്രട്ടറിയുടെ ശിങ്കടി വന്നിട്ടുണ്ടല്ലോ. ഇവൻ ഒരുത്തനാണ് ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ഇവൻ ഓരോന്ന് പറഞ്ഞ് എന്റെ ചെറുക്കനെ നശിപ്പിച്ചു. മര്യാദയ്ക്ക് കാനഡിൽ പോകാനിരുന്ന എന്റെ ചെറുക്കനെ മോട്ടിവേഷൻ ക്ലാസ് വെപ്പിച്ച് ചെറുക്കന്റെ ഭാവി കളഞ്ഞാലാണ് ഇവൻ. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്റെ കർത്താവേ, ഇന്ന് ആരെയാണാവോ ഞാൻ കണി കണ്ടത്? എന്താണ് സെക്രട്ടറി അവിടെ ഒരു കശവിശം? ഒന്നും പറയണ്ട മോളി, എന്റെ പൊന്നാരാങ്ങളേക്ക് പകതിരിവ് നേരത്തെയില്ല. ഇപ്പോതാ വിവരവും പോയി. കാനഡയിൽ പോവാത്തത് കൊണ്ട് ആൾക്കാരോട് തള്ളു പറയാൻ പറ്റാത്ത സങ്കടം അങ്ങേർക്ക്. എന്റെ സെക്രട്ടറി, പ്രസിഡന്റ് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവിടെ നിന്ന് ഈ ഭാവി കളയണേക്കാളും ഭേദം എന്റെ കാനഡയിലും പോയി രക്ഷപ്പെട്ട പിള്ളേര്. എന്റെ പൊന്നു മോളി, പിള്ളേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാനഡയിലോ ജർമ്മനിയിലോ എവിടെയെങ്കിലും പോട്ടെ. പക്ഷേ തള്ളിക്കൊട്ടി കാനഡയിലേക്ക് അയക്കുന്നത് കേട്ടാ തോന്നും നിങ്ങൾക്ക് റേഷൻ തരുന്നത് കാനഡയാണെന്ന്. എന്റെ പൊന്ന് സെക്രട്ടറി, ആളുകൾ ബഹളം വെച്ച് തുടങ്ങി. ഒന്ന് പെട്ടെന്ന് പരിപാടി തുടങ്ങും. അയ്യോ, അതിന് MLA എത്തിയില്ലല്ലോ. MLA ഒക്കെ വരുമ്പോ വരട്ടെന്നെ, ആ പരിപാടി തുടങ്ങി വെക്ക്. നിക്ക്. ഈ പ്രസിഡന്റ് ഉള്ളപ്പോൾ ആരും വാലേട്ടുണ്ടാ? ആ മൈക്കിങ്ങതാ. ആ, അത്രയ്ക്കായ ഇതേ സെക്രട്ടറിയുടെ അവകാശമാണ്. ആദ്യമായി മനോഹരമായ നൃത്ത ചുവടുകളുമായി നമ്മെ രസിപ്പിക്കുവാനായി ശാന്തിഗിരി റെസിഡൻസ് അസോസിയേഷന്റെ പുലിക്കുട്ടികൾ ഇതാ രംഗത്തെത്തുന്നു. എനിക്കൊന്ന് കളിക്കണം.
हुस्न तेरा तौबा 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 സണ്ണി ഇതേ നോക്കി ഓമനക്കുട്ടൻ MLA വന്നു. പ്രിയപ്പെട്ട ശാന്തിഗിരി റെസിഡൻസ് അസോസിയേഷൻ നിവാസികളെ, നമ്മുടെ പ്രത്യേക ക്ഷണപ്രകാരം നമ്മുടെ കട്ടായം മണ്ഡലം MLA ശ്രീ ഓമനക്കുട്ടൻ സാർ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കൈയടിയോടെ അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അയ്യോ MLA മുണ്ടുപോക്കല്ലേ. ഞാൻ പെട്ടെന്ന് പരിസരം മറന്നുപോയി ഉമ്മച്ച. ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എൻ്റെ മണ്ഡലത്തിലെ എല്ലാ വോട്ടുകളും നൽകി ഈ വരുന്ന ഇലക്ഷനിൽ വീണ്ടും എന്നെ നിങ്ങൾ വിജയിപ്പിക്കുമെന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. MLA ഉദ്ഘാടനം. ആ ശരി ശരി, ഈ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. MLA മനുഷ്യച്ചങ്ങലല്ല, അസോസിയേഷൻ ഉദ്ഘാടനമാണ്. അസോസിയേഷൻ. ക്ഷമിക്കണം, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇച്ചായ കൊച്ചിരാണി ചേച്ചി ഇത് എങ്ങോട്ടാ? സ്റ്റേജിൽ നിന്ന് മാറി നിക്ക്, പരിപാടി നടക്കണ്ടേ? നീ ഒന്ന് മാറി നിക്ക് പെണ്ണെ. എന്റെ കെട്ടിയാനെ എവിടെ പ്രസിഡന്റ് ആയിട്ടുള്ളപ്പോ ഇങ്ങനെ ഭരിക്കാൻ വരുന്നോ? അല്ല ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എത്ര നേരമായി ഞാൻ ഈ മേക്കപ്പ് ഇട്ടിരിക്കാന്ന് പറഞ്ഞിട്ട്. എന്റെ മോണാക്ട് എപ്പോഴാണെന്ന്. ഓ, നീ മോണ കാണിക്കാതെ കുറവും കൂടി ഉള്ളൂ. പെണ്ണെ, നീ അധികം അങ്ങോട്ട് കത്തി കേറല്ലേ കേട്ടോ. എന്റെ പൊന്ന് ചേച്ചി, ചേച്ചിയുടെ ഐറ്റ് ആകുമ്പോ ഞങ്ങൾ അറിയിക്കാം. ഒന്ന് പോയി അവിടെ ഇരിക്കേ. പ്രസിഡന്റ് അടുത്ത പരിപാടി അനൗൺസ് ചെയ്യും. അടുത്തതായി ഒരു ഡാൻസുമായി എത്തുന്നു നമ്മുടെ അസോസിയേഷന്റെ മാലാഖ കുട്ടികൾ.
the dance floor. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും ഇപ്പൊ നടക്കൂല, ഈ പരിപാടി ഒന്ന് കഴിയട്ടെ. അമ്മ, എനിക്കിത് ഇപ്പൊ തന്നെ പറയണം. ചെറുക്ക, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ നിന്റെ പ്രശ്നം? അമ്മേ, ഞാൻ എന്റെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. നീ എന്താ പറഞ്ഞേ? അതെ അമ്മേ, എനിക്ക് എഞ്ചിനീയറിംഗ് സെറ്റ് ആവില്ല. എനിക്ക് അവിടെ ഒട്ടും പറ്റണില്ല. എന്റെ ദൈവമേ, എന്ത് വിധിയാണിത്! ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? അമ്മേ, ഞാൻ പറയണത് മുഴുവനായിട്ടൊന്ന് കേക്ക്. എന്റെ പാഷൻ, എന്റെ മ്യൂസിക്. എനിക്കൊന്നും കേൾക്കണ്ട. എങ്ങനെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് ലക്ഷങ്ങളും മുടക്കി ഒരു സീറ്റും മേടിച്ചു കൊടുത്ത് കൊണ്ടാക്കിയതാണ് അവന്റെ ഒടുക്കത്തെ മ്യൂസിക്. ആ സെക്രട്ടറി ഇവിടെ നിൽക്കാണോ? എടാ ഗോഡിനെ നീ ഉണ്ടായിരുന്ന? എടാ ഇത് പാട്ടില്ലേടാ ഇപ്രാവശ്യം? കഴിഞ്ഞ കൊല്ലത്തിന്റെ മോനെ എന്ത് രസമായിരുന്നു നീ പാടിയിരുന്ന. ഇപ്രാവശ്യം എത്രാമത്തെ പരിപാടിയാടാ? അവന്റെ ഒരു പരിപാടിയില്ല മേഴ്സി. ഉണ്ടായ എഞ്ചിനീയറിംഗ് സീറ്റ് വലിച്ചെറിഞ്ഞ് വന്നേക്കുവാണ് അവൻ. അവന്റെ ഒടുക്കത്തെ മ്യൂസിക് പ്രാന്ത് കാരണം ഞാനിനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്റെ പൊന്ന് റീനെ, ഒരു അസോസിയേഷന്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന നീ തന്നെ ഇത് പറയണം. എടി, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടിച്ചേൽപ്പിക്കേണ്ടവരല്ല നമ്മുടെ മക്കള്. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. മേഴ്സിക്ക് അങ്ങനെ പറയാം. അവന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. അവന് പഠിക്കാനുള്ള കാശ്, ഭക്ഷണം, ഡ്രസ്സിന് ഡ്രസ്സ്, എന്തിന്റെ കുറവാവല്? ഭക്ഷണവും കാശും ഡ്രസ്സൊക്കെ മാത്രമാണോ മേഴ്സി നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നത്? അവരുടെ ഭാവി തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം അല്ലേ അവർക്ക് വേണ്ടത്. നീ നോക്കിയേ, അവൻ എത്ര ഭംഗിയായിട്ടാണ് പാടുന്നത്, എത്ര ഭംഗിയായിട്ട് അവൻ ഗിറ്റാർ വായിക്കുന്നത്. എടി, അവൻ ഇന്ന് നമ്മളൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാല് അവൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. അവന്റെ പാഷൻ അനുസരിച്ച് വിടുന്നതല്ലേ നല്ലത്. നമ്മുടെ കൊച്ചല്ലേടി അവൻ. സോറി മോനെ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അമ്മ എന്തൊക്കെയോ പറഞ്ഞു. ഇല്ലമ്മേ, ഞാനല്ലേ സോറി പറയണ്ടേ. ദേ, ഇത്ര ഉള്ള കാര്യം. എടാ ഗോൾഡിനെ, നീ പേടിക്കൊന്നും വേണ്ടടാ. ഇത് പരിപാടി വേണോട്ടാ, നമുക്ക് ഉഷാറാക്കാടാ. പ്രസിഡന്റ്, അടുത്ത പരിപാടി ഒന്നും ചെയ്യ്, വേഗം ഓട്ടെ. അടുത്ത പരിപാടിയുമായി എത്തുന്നു നമ്മുടെ അസോസിയേഷന്റെ അഭിമാനമായ പെൺപടകൾ. പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ, മുന്തിരി മുത്തൊളി ചിന്തിക്കോ, മഞ്ചളി വർണ്ണ ചുന്ദരി വാവേ, തങ്കുന്നക്ക തകതിമിയാടും തങ്കനിലാവേ. പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ, മുന്തിരി മുത്തൊളി ചിന്തിക്കോ, മഞ്ചളി വർണ്ണ ചുന്ദരി വാവേ, തങ്കുന്നക്ക തകതിമിയാടും തങ്കനിലാവേ. Shungar आज गात गया साज दिसते मी
ഞങ്ങളുടെ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ശാന്തഗിരി റെസിഡൻസ് അസോസിയേഷൻ നിവാസികളോടും നാട്ടുകാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ നിമിഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ശുഭരാത്രി, സുഖനിദ്ര. Yeah.